കേരളത്തിലെ ഏതൊരു നാട്ടുംപുറത്തെയും വൈകുന്നേരങ്ങളിൽ സാധാരണയായി കണ്ടുവരാറുള്ള ഒരു കാഴ്ചയുണ്ട്. വീടിന്റെ ഉമ്മറത്തിരുന്ന് വർത്തമാനം പറയുന്ന വലിയ കുടുംബങ്ങൾ. എന്നാൽ കാലം മാറുന്നതിനനുസരിച്ച് ഈ ചിത്രത്തിന് വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഉമ്മറങ്ങൾ പലപ്പോഴും നിശബ്ദമാണ്, അല്ലെങ്കിൽ അവിടെ ഒരാൾ മാത്രമായിരിക്കും ഉണ്ടാകുക. ഇന്ത്യയിലും പ്രത്യേകിച്ച് സാമൂഹിക മാറ്റങ്ങൾക്ക് പെട്ടെന്ന് വിധേയമാകുന്ന കേരളത്തിലും ഒറ്റയ്ക്ക് ജീവിക്കുക എന്നത് ഒരു നിർബന്ധിതാവസ്ഥ എന്നതിലുപരി ഒരു തെരഞ്ഞെടുപ്പായി മാറുന്നു. വിവാഹമോചിതരും ഒരിക്കലും വിവാഹം വേണ്ടെന്ന് വെക്കുന്നവരും തങ്ങളുടെ സ്വകാര്യ ഇടങ്ങളിൽ സംതൃപ്തി കണ്ടെത്തുന്നത് മലയാളികളുടെ മാറുന്ന സാമൂഹിക ബോധത്തിന്റെ അടയാളമാണ്. ഈ പ്രവണത കേവലം ഒരു താൽക്കാലിക തരംഗമല്ല, മറിച്ച് ദശകങ്ങളായി നിലനിന്നിരുന്ന കുടുംബ വ്യവസ്ഥിതിയുടെ അടിത്തറയിൽ സംഭവിക്കുന്ന വലിയൊരു വിള്ളലാണ്. ഈ മാറ്റത്തിന്റെ കേന്ദ്രബിന്ദു സ്ത്രീകളാണെന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ വസ്തുത. ദശകങ്ങളായി ദാമ്പത്യം എന്നത് സ്ത്രീയുടെ അസ്തിത്വത്തിന്റെ ഭാഗമായിട്ടാണ് സമൂഹം കണ്ടിരുന്നത്. എന്നാൽ പുതിയ പഠനങ്ങൾ വ്യക്തമാക്കുന്നത് സ്ത്രീകൾക്കിടയിലാണ് ഒറ്റയ്ക്കുള്ള ജീവിതത്തോടുള്ള താല്പര്യം വർദ്ധിക്കുന്നത് എന്നാണ്. സോഷ്യൽ സൈക്കോളജിക്കൽ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് സിംഗിളായി തുടരുന്ന സ്ത്രീകൾ വിവാഹിതരായ സ്ത്രീകളെക്കാളും അല്ലെങ്കിൽ സിംഗിളായി തുടരുന്ന പുരുഷന്മാരെക്കാളും കൂടുതൽ സന്തോഷവതികളാണ് എന്നതാണ്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം വൈകാരികവും ശാരീരികവുമായ ആവശ്യങ്ങൾക്കായി ഒരു പങ്കാളിയെ അപേക്ഷിച്ച് നിൽക്കുന്ന പ്രവണത കൂടുമ്പോൾ, സ്ത്രീകൾക്ക് തങ്ങളുടെ വൈകാരിക ആവശ്യങ്ങൾ സുഹൃത്തുക്കളിലൂടെയും കരിയറിലൂടെയും സ്വന്തം താല്പര്യങ്ങളിലൂടെയും കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. ഇത് വിവാഹത്തോടുള്ള അവരുടെ താല്പര്യം കുറയുന്നതിലേക്ക് നയിക്കുന്നു. കേരളത്തിന്റെ സന്ദർഭം എടുത്താൽ ഇതൊരു സാംസ്കാരിക വിസ്ഫോടനമാണ്. വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലും ആരോഗ്യ പരിരക്ഷയുടെ കാര്യത്തിലും ലോകത്തിന് തന്നെ മാതൃകയായ കേരളം ഇപ്പോൾ വിവാഹമോചനങ്ങളുടെ കാര്യത്തിലും ഒരു വലിയ കുതിച്ചുചാട്ടം നടത്തുകയാണ്. കഴിഞ്ഞ വർഷങ്ങൾക്കിടയിൽ കേരളത്തിലെ വിവാഹമോചന നിരക്കിൽ ഏതാണ്ട് 350% വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മുൻപ് വിവാഹമോചനം എന്നത് ഒരു സാമൂഹിക ശാപമായി കണ്ടിരുന്നെങ്കിൽ ഇന്നത് ഒരു മോചനമായിട്ടാണ് പലരും കാണുന്നത്. വിവാഹബന്ധത്തിനകത്ത് അനുഭവിക്കുന്ന ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾ സഹിച്ചുകൊണ്ട് മുന്നോട്ടു പോകാൻ ഇന്നത്തെ തലമുറ തയ്യാറല്ല. സാമ്പത്തികമായി സ്വയം പര്യാപ്തത നേടിയ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സന്തോഷമില്ലാത്തൊരു ബന്ധത്തിൽ തുടരുന്നതിനേക്കാൾ എത്രയോ ഭേദമാണ് മാന്യമായ ഒരു ഒറ്റയ്ക്കുള്ള ജീവിതമെന്ന് അവൾ തിരിച്ചറിയുന്നു. ഈ മാറ്റത്തിന് പിന്നിലെ കാരണങ്ങൾ പരിശോധിക്കുമ്പോൾ സാമ്പത്തിക സ്വാതന്ത്ര്യം തന്നെയാണ് മുൻപന്തിയിൽ നിൽക്കുന്നത്. പണ്ട് വിവാഹം എന്നത് ഒരു സാമ്പത്തിക സുരക്ഷാ കവചമായിരുന്നു. പിതാവിൽ നിന്നും ഭർത്താവിലേക്കും പിന്നീട് മകനിലേക്കും കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു ആശ്രിത ജീവിയായിട്ടാണ് സ്ത്രീയെ വ്യവസ്ഥിതി കണ്ടിരുന്നത്. എന്നാൽ ഇന്ന് മികച്ച വിദ്യാഭ്യാസവും ഉയർന്ന ശമ്പളവുമുള്ള ജോലിയും സ്ത്രീകളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിരിക്കുന്നു. സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തിയുള്ള ഒരു വ്യക്തിക്ക് തന്റെ തീരുമാനങ്ങൾ എടുക്കാൻ മറ്റൊരാളുടെ അനുവാദം ആവശ്യമില്ലെന്ന ബോധം അവരെ വിവാഹമെന്ന വ്യവസ്ഥിതിയിൽ നിന്ന് അകറ്റുന്നു. കരിയറിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ലോകം ചുറ്റിക്കാണാനും സ്വന്തം താല്പര്യങ്ങൾക്കും ഹോബികൾക്കും സമയം കണ്ടെത്താനും ആഗ്രഹിക്കുന്നവർക്ക് വിവാഹം ഒരു തടസ്സമായി തോന്നുന്നത് സ്വാഭാവികമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി റിലേഷൻഷിപ്പ് ബോർഡർ അഥവാ ബന്ധങ്ങളിലെ ഭാരമാണ്. ഒരു ഇന്ത്യൻ വിവാഹത്തിൽ സ്ത്രീക്ക് വഹിക്കേണ്ടി വരുന്ന വൈകാരിക ഉത്തരവാദിത്തങ്ങൾ വളരെ വലുതാണ്. വീട് പരിപാലനം, കുട്ടികളുടെ സംരക്ഷണം, പ്രായമായവരുടെ പരിചരണം എന്നിവയോടൊപ്പം തന്നെ സ്വന്തം ജോലിയും കൈകാര്യം ചെയ്യേണ്ടി വരുമ്പോൾ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദം ചെറുതല്ല. ഇതിനൊപ്പം പങ്കാളിയുടെ വീട്ടുകാരുടെ പ്രതീക്ഷകൾ കൂടി നിറവേറ്റേണ്ടി വരുമ്പോൾ പല സ്ത്രീകളും തങ്ങളുടെ വ്യക്തിത്വം നഷ്ടപ്പെടുന്നതായി പരാതിപ്പെടുന്നു. ഇത്തരമൊരു രണ്ടാം ജോലി ഏറ്റെടുക്കൽ താല്പര്യമില്ലാത്തതാണ് പലരെയും വിവാഹത്തിൽ നിന്ന് പിന്നോട്ട് വലിക്കുന്നത്. കൂടാതെ ലൈംഗികമായ ഭയങ്ങളും പങ്കാളിയുമായുള്ള പൊരുത്തക്കേടുകളും ഇതിന് ആക്കം കൂട്ടുന്നു. ഗോളാന്തര തലത്തിൽ നോക്കുകയാണെങ്കിൽ 2030 ലോകത്തിലെ സ്ത്രീകളിൽ ഏതാണ്ട് 45% സിംഗിൾ ആയിരിക്കുമെന്നാണ് പ്രവചിക്കപ്പെടുന്നത്. ഇത് വലിയൊരു സാമൂഹിക മാറ്റത്തിന്റെ സൂചനയാണ്. വിവാഹം എന്നത് ഒരു സാമൂഹിക കടമ എന്നതിൽ നിന്ന് മാറി തികച്ചും വ്യക്തിപരമായ ഒരു തെരഞ്ഞെടുപ്പായി മാറുകയാണ്. ഇന്ത്യയിലെ വിവാഹമോചിതരിൽ കേവലം 28% ആളുകൾ മാത്രമേ പുനർവിവാഹത്തിന് തയ്യാറാകുന്നുള്ളൂ എന്നത് നമ്മുടെ കുടുംബ സങ്കല്പങ്ങൾ എത്രത്തോളം വെല്ലുവിളിക്കപ്പെടുന്നു എന്നതിന്റെ തെളിവാണ്. പുരുഷന്മാരെക്കാൾ ഉപരിയായി സ്ത്രീകൾ പുനർവിവാഹം വേണ്ടെന്ന് വെക്കുന്നു എന്നത് ശ്രദ്ധേയമാണ്. ഒരിക്കൽ അനുഭവിച്ച കൈപ്പേറിയ അനുഭവങ്ങൾ വീണ്ടും ആവർത്തിക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല. ഈ പ്രവണതയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സമൂഹത്തിൽ നിലനിൽക്കുന്ന ചില തെറ്റായ ധാരണകളെ കൂടി തിരുത്തേണ്ടതുണ്ട്. ഒറ്റയ്ക്ക് ജീവിക്കുന്നവർ ഏകാന്തത അനുഭവിക്കുന്നവരാണെന്നതാണ് പ്രധാനമായൊരു മിഥ്യാധാരണ. എന്നാൽ ഏകാന്തതയും ഒറ്റയ്ക്കുള്ള ജീവിതവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. പൊരുത്തപ്പെടാൻ കഴിയാത്ത ഒരാളോടൊപ്പം ഒരേ മുറിയിൽ കഴിയുമ്പോഴാണ് ഒരാൾ ഏറ്റവും കൂടുതൽ ഏകാന്തത അനുഭവിക്കുന്നത്. നേരെ മറിച്ച് സ്വന്തം ഇഷ്ടപ്രകാരം ഒറ്റയ്ക്ക് കഴിയുന്ന ഒരാൾ തന്റെ സമയം സർഗാത്മകമായും സന്തോഷത്തോടെയുമാണ് ചെലവഴിക്കുന്നത്.
അവർക്ക് വലിയൊരു സുഹൃത്ത് വലയമുണ്ടാകാം, സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാം, അല്ലെങ്കിൽ തങ്ങളുടെ ഇഷ്ടവിഷയങ്ങളിൽ മുഴുകാം. ഇത്തരക്കാർക്ക് സമൂഹം കൽപ്പിച്ചു നൽകിയിട്ടുള്ള അപൂർണത എന്ന ലേബൽ ഇന്ന് അപ്രസക്തമാണ്. വിദ്യാഭ്യാസത്തിന്റെ വർധനവും സ്ത്രീകളുടെ തീരുമാനമെടുക്കാനുള്ള കഴിവും സമൂഹത്തിലെ വിവാഹ കമ്പോളത്തെയും ബാധിക്കുന്നുണ്ട്. മുൻകാലങ്ങളിൽ ജാതിയും ജാതകവും സാമ്പത്തികാവസ്ഥയും നോക്കി മാതാപിതാക്കൾ നിശ്ചയിക്കുന്ന വിവാഹങ്ങൾ ചോദ്യം ചെയ്യപ്പെടാതെ നടന്നിരുന്നു. എന്നാൽ ഇന്നത്തെ പെൺകുട്ടികൾക്ക് തങ്ങളുടെ പങ്കാളി എങ്ങനെയുള്ള ആളായിരിക്കണം എന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ട്. തങ്ങളുടെ സ്വപ്നങ്ങളെയും സ്വാതന്ത്ര്യത്തെയും മാനിക്കാത്ത ഒരു പങ്കാളിയെ സ്വീകരിക്കുന്നതിനേക്കാൾ നല്ലത് വിവാഹം കഴിക്കാതിരിക്കുന്നതാണെന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നു. ഇത് കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് വലിയ ചർച്ചകൾക്ക് വഴിമരുന്നിടുന്നുണ്ട്. ചുരുക്കത്തിൽ കേരളത്തിലെയും ഇന്ത്യയിലെയും കുടുംബഘടനയിൽ വിപ്ലവകരമായ മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കേവലം പാശ്ചാത്യ സംസ്കാരത്തിന്റെ അന്ധമായ അനുകരണമല്ല, മറിച്ച് വ്യക്തി സ്വാതന്ത്ര്യത്തെക്കുറിച്ചും അന്തസ്സോടെയുള്ള ജീവിതത്തെക്കുറിച്ചുമുള്ള പുതിയ തിരിച്ചറിവുകളാണ്. ഒരു വ്യക്തിക്ക് സന്തോഷമായി ജീവിക്കാൻ വിവാഹം അനിവാര്യമാണെന്ന ധാരണ തിരുത്തപ്പെടുകയാണ്. ഒറ്റയ്ക്ക് ജീവിക്കുന്നതിനെ ഒരു കുറവായി കാണുന്ന സാമൂഹിക മനോഭാവം മാറേണ്ടതുണ്ട്. വിവാഹം കഴിക്കുന്നതും കഴിക്കാത്തതും വിവാഹമോചനം നേടുന്നതുമെല്ലാം വ്യക്തിപരമായ അവകാശങ്ങളാണ്. ഈ അവകാശങ്ങളെ മാനിക്കുന്ന ഒരു സമൂഹത്തിനെ പുരോഗതിയിലേക്ക് കുതിക്കാൻ സാധിക്കൂ. വരും വർഷങ്ങളിൽ സിംഗിളായി ജീവിക്കുന്നവരുടെ എണ്ണം ഇനിയും വർദ്ധിക്കാനാണ് സാധ്യത. അതിനനുസരിച്ച് നമ്മുടെ നയരൂപീകരണങ്ങളും സാമൂഹിക സുരക്ഷാ പദ്ധതികളും മാറേണ്ടി വരും. കുടുംബം എന്ന സ്ഥാപനത്തെക്കാൾ ഉപരിയായി വ്യക്തിക്ക് പ്രാധാന്യം ലഭിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നാം നടന്നെടുക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.